എല്ലാവർക്കും നമസ്കാരം. തുളസി മാഹാത്മ്യം. തുളസിത്തറയോ ഒരു മൂട് തുളസിയോ ഇല്ലാത്ത ഹൈന്ദവ ഭവനങ്ങൾ കാണുകയില്ല. തുളസി ലക്ഷ്മിയുടെ അവതാരമായിട്ടാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെറുമൊരു ചെടിയായി കരുതാതെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. വിഷ്ണുഭക്തിയാണല്ലോ തുളസിയും. തുളസിയിൽ സ്വർണം അടങ്ങിയിട്ടുണ്ടെന്നത് ആയുർവേദം പറയുന്നു. ആധുനിക ശാസ്ത്രവും ഈ സത്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ധനത്തിൻ്റെ മൂലരൂപവും സ്വർണം തന്നെയാണല്ലോ. സസ്യത്തിൽ ഏറ്റവും ഉത്തമവും സുന്ദരവും സുഗന്ധദായിനിയും ഔഷധവീര്യശാലിയും പവിത്രമായ തുളസി തന്നെയാണ്. ഐശ്വര്യം ഉണ്ടാകുവാനും ആഗ്രഹങ്ങൾ നിറവേറ്റുവാനും ധർമ്മമോക്ഷങ്ങൾ നേടുവാനുമുള്ള വഴി ഒരു മൂട് തുളസി നട്ടതിനെ പരിലാളിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുക എന്നത് തന്നെ. ഇനി നമുക്ക് തുളസിയുടെ പ്രത്യേകതകൾ നോക്കാം. തുളസി ചെടിയുടെ ഇല, പൂവ്, കായ്, വേര്, തൊലി, തടി എന്ന് വേണ്ട തുളസി നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് പോലും പരിപാവനമാണ്. തുളസിയുടെ വിറക് കൊണ്ട് ദഹിപ്പിക്കുന്നവരുടെ ആത്മാവിന് വിഷ്ണുലോകത്തിൽ ശാശ്വത സ്ഥാനം ലഭിക്കുന്നതാണെന്ന് വിശ്വാസം. ആഗമനാദി മഹാപാപങ്ങൾ ചെയ്തിട്ടുള്ളവരുടെ ശരീരമാണെങ്കിലും തുളസി വിറക് കൊണ്ട് ദഹിപ്പിച്ചാൽ പാപ വിമുക്തമാകുമത്രേ. മരണസമയത്ത് ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കുകയും സ്മരിക്കുകയും മൃതദേഹം തുളസി വിറക് കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്താൽ അയാൾക്ക് പുനർജന്മമുണ്ടാകുന്നതല്ല എന്നതും ഒരു വിശ്വാസമാണ്. 1 കോടി പാപം ചെയ്തിട്ടുള്ളവൻ്റെ പോലും മൃതദേഹം ദഹിക്കപ്പെടുന്ന അവസരത്തിൽ വിറകുകളുടെ അടിയിലായി ഒരു തുളസീഖണ്ഡം ഉണ്ടായിരുന്നാൽ അയാളുടെ ആത്മാവിന് മോക്ഷപദം ലഭ്യമാകും. ഗംഗാജലം തളിച്ചാൽ അശുദ്ധ വസ്തുക്കൾ പരിശുദ്ധമാകുന്നത് പോലെ തുളസിച്ചെടി ചേർന്നാൽ വിറകുകൾ പരിശുദ്ധമായി തീരുന്നു. തുളസിച്ചെടി കൊണ്ട് ചിതയുണ്ടാക്കി ദഹിപ്പിക്കുന്നവൻ്റെ 1 കോടി കൽപ്പങ്ങളിലെ മഹാപാപങ്ങൾ ദഹിച്ചു പോകുന്നു എന്നതാണ് മുഖ്യമായിട്ടുള്ളൊരു വിശ്വാസം. തുളസിയുടെ വിറക് കൊണ്ട് ദഹിപ്പിക്കപ്പെടുന്നവനെ കണ്ടാൽ യമദൂതർ ഭയന്നോടുകയും വിഷ്ണുദൂതന്മാർ അടുത്തു വരികയും ചെയ്യുന്നു. വിഷ്ണു അവനെ കാണുന്ന മാത്രയിൽ കൈപിടിച്ച് സ്വഗ്രഹത്തിൽ കൊണ്ടുപോയി സർവപാപങ്ങളും നീക്കി സ്വർഗവാസികൾ കാണുകെ മഹോത്സവം നടത്തും. തുളസിയുടെ വിറകിൽ നിന്ന് ലഭ്യമായ തീ കൊണ്ട് വിഷ്ണു ഭഗവാന് ഒരു വിളക്ക് കത്തിച്ചാൽ അനേക ലക്ഷം വിളക്കുകൾ വെച്ചതിൻ്റെ പുണ്യഫലം സിദ്ധിക്കുന്നതാണ്. തുളസി സമൂലം വരച്ച് ദേഹത്തിൽ പൂശി മഹാവിഷ്ണുവിനെ പൂജിക്കുന്നവൻ ഒരു ദിവസം കൊണ്ട് തന്നെ 100 പൂജയുടെ 100 പശുദാനത്തിൻ്റെയും ഫലം നേടുമെന്ന് പത്മപുരാണത്തിലെ 24-ാം അധ്യായത്തിൽ പറയുന്നു. ഇനി തുളസിത്തറ പണിയുന്നത് എന്തിന്? തുളസിയെ കൺമുമ്പിൽ നട്ടുവളർത്തുക എന്നത് പണ്ടുമുതൽക്കേ ഭാരതത്തിലെ ഹിന്ദുഭവനങ്ങളിലുണ്ടായിരുന്ന ഒരാചാര്യമാണ്. ശ്രീകൃഷ്ണൻ ഇഷ്ടമുള്ള തുളസി വീടിൻ്റെ നടുമുറ്റത്ത് തുളസിത്തറ കെട്ടി സംരക്ഷിക്കുക എന്നത് ഹിന്ദുധർമ്മത്തിൽ പെട്ടത് തന്നെയാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.